ഈ ബാലചന്ദ്ര മേനോന്റെ മകനും ശിവശങ്കര മേനോന്റെ മകനും ചേർന്ന് നിന്നെ റേപ്പ് ചെയ്തിട്ടില്ലേ? ഇല്ല സർ. ദേ കള്ളം പറയരുത് പോലീസിനോട്. എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല സർ. എന്നിട്ട് അമ്മ രണ്ടുപേരും സമ്മതിച്ചല്ല റേപ്പ് അറ്റംപ്റ്റ് നടന്നെന്ന്. നിനക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് നിന്ന് കുടിപ്പിച്ച് രണ്ടുപേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലടി? സാറേ ഞാനത് എതിർത്തപ്പോ അത് തീർന്നു. എതിർത്തപ്പോ തീർന്നോ? നീ നിന്റെ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റി തന്നെത്താൻ ചാവാൻ നോക്കിയപ്പോ ആമാർ ഇട്ടിട്ട് പോയി. അതല്ലേ സംഭവിച്ചേ? ഞാൻ ചാകാൻ വേണ്ടി ശ്രമിച്ചതല്ല, തടയാൻ ശ്രമിച്ചത്. അവരപ്പോ നിനക്ക് മയക്കുമരുന്ന് തന്നോ ഇല്ലയോ? തന്നു. എന്നിട്ടത് നിർബന്ധിച്ച് കഴിപ്പിച്ചോ? ബലാത്കാരത്തിന് ശ്രമിച്ചവര് തന്നെത്താൻ കുത്തി പരിക്കേൽപ്പിച്ച് നീ രക്ഷപ്പെട്ടു. അയാളത്തെ ഡോക്ടർ ആംബുലൻസ് വിളിച്ചു വരുത്തി നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്ന് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? എന്താടി നിന്റെ വായി നാക്കില്ലേ? അത് ഞാൻ കസേരയിൽ വീണപ്പോ കയ്യിലിരുന്ന കത്രിക അബദ്ധത്തിൽ കൊണ്ടതാണെന്ന്. അന്നിട്ട് നീ അങ്ങനെ കള്ളമൊഴി പറഞ്ഞത്? കോളേജിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാരുടെ ജീവിതം ജയിലിൽ കയറ്റി നശിപ്പിക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ സർ. മഹാമനസ്കത, ഔദാര്യം, ചോറ് തരുന്ന മുതലാളിയോടുള്ള കൂറ്. അല്ല ഇതിലേതാടി? ഞാൻ പറഞ്ഞല്ല സർ, 2 ചെറുപ്പക്കാരുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച്. നീ കാരണം? നീയാണ് കാരണം? സൂക്കേട്. നീ അന്ന് പോലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞ അവരെ രക്ഷിച്ചു. എന്നിട്ട് അവന്മാര് രക്ഷപ്പെട്ടോളിപ്പൂല്ലേ? ഇനിയും അവന്മാര് രക്ഷപ്പെടൂ. ഇടിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക. മനസ്സിലായ? നാട്ടുകാരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്താലേ അവര് പിച്ചിക്കേറി പീസാക്കി തരും. പോലീസിന്റെ അടി തീർന്നിട്ടില്ല. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമ്പോ സബ് ജയിലിൽ നിന്ന് കിട്ടാനിരിക്കുന്നു. ശിക്ഷ കിട്ടുമ്പോ സെൻട്രൽ ജയിലിൽ നിന്നും കിട്ടും. എന്തായാലും രക്ഷപ്പെട്ടു അവന്മാര്. സുഖമായിട്ട് വലിയ ജോലിയൊന്നും ചെയ്യാതെ എന്നും കുടിച്ചും ജീവിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ അവന്മാരെ രക്ഷിക്കാൻ? ഇല്ല സാറേ, തെറ്റ് ചെയ്തിട്ടല്ലേ ശിക്ഷ കിട്ടുന്നത്. പിന്നെന്തിനാ നീ അന്നവന്മാരെ രക്ഷിക്കാൻ ശ്രമിച്ചേ? ചെയ്താ ശിക്ഷ കിട്ടണമല്ലോ. വേണ്ടേ? വേണം. ശരി, അപ്പോ ഒരു പരാതി എഴുതാം. എന്ത് പരാതിയാ സർ? അതായത് ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത് ബാലചന്ദ്രനും ശിവശങ്കര മേനോന്റെ മകൻ ഹരിശങ്കറും ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവരാണ്. എന്താണ് വിളിച്ചു നോക്കുന്നത്? സർ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? എവിടെ കഴിഞ്ഞു പോയി? അന്ന് നീ പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവന്മാര് ആ പെണ്ണിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമായിരുന്നോ? ഒന്ന് നിന്റെ അടുത്ത് തീർക്കാൻ പറ്റില്ല അവന്മാരുടെ കാമം. അതുകൊണ്ട് ഇപ്പൊ വേറൊരു പെണ്ണ് അത് മുഴുവൻ താങ്ങേണ്ടി വന്നു. നീ ഇല്ലടി കാരണം, അല്ലെ? ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സർ. അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ, സംഭവിച്ചു പോയി. നീ ഒരു പരാതി എഴുതി കൊടുത്തേ. രമേശൻ സാർ, ഇവളെ കൂട്ടിക്കൊണ്ട് റൈറ്ററുടെ അടുത്ത് പോയി ഒരു പരാതി എഴുതി വാങ്ങിക്കേ. സാർ ചെല്ല്. വാ കൊണ്ടുവാ. ഇവിടെ കയറി എഴുത്തും വായന അറിയാമല്ലോ. അറിയാം. ഈ കസേരയിലോട്ട് ഇരിക്കും. കുറച്ച് വൈറ്റ് പേപ്പറും ഒരു പേനയും കൊണ്ടുപോവാ. നിനക്ക് എത്ര വയസ്സുണ്ട്? 23. ജനനതീയതി അറിയാവോ? അറിയാം. ഓർഫനേജിൽ വളർന്ന നിനക്ക് എങ്ങനെ അറിയാം നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? സർട്ടിഫിക്കറ്റിലുണ്ട്. ഓ, നിനക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ? ആരുടെ സർട്ടിഫിക്കറ്റാ? കേരള ഗവൺമെന്റിന്റെ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, GDS സർട്ടിഫിക്കറ്റ്. ഇവിടെ വെച്ചേക്ക് താമ്പിക്കോ. എഴുത്. എന്തെഴുതാനാ സർ? പറഞ്ഞു തരാം, എഴുത്. എന്താ ഞാൻ എഴുതേണ്ടത്? പരാതി. എനിക്ക് പരാതി ഇല്ലല്ലോ. അതങ്ങ് മാങ്ങാനത്ത് പോയി പറഞ്ഞാൽ മതി. എഴുതി പരാതി. എനിക്ക് പരാതി ഇല്ല സർ. ഹരിശങ്കറും രോഹിത് മേനോനും ചേർന്ന് നിന്നെ മയക്കുമരുന്ന് കുടിപ്പിച്ച് ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. അതിനെതിരെയുള്ള പരാതിയാണ് എഴുതാൻ പറഞ്ഞത്. അത് ഞാൻ അന്നേ ക്ഷമിച്ചതാണ് സർ. ക്ഷമിക്കുക, നീ ആരടി? അന്ന് പോലീസിനോട് പച്ചക്കള്ളം പറഞ്ഞ് വലിപ്പിച്ചിട്ട് നീ ഇപ്പൊ മറ്റിടത്ത് വർത്തമാനം പറയുന്നു. എഴുതി പരാതി. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതും. എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതുകയില്ല. സർ എന്നെ കൊണ്ട് എഴുതിക്കാൻ നോക്കണ്ട. അപ്പോ നീയും കൂടി ചേർന്നാണ് മറ്റുള്ള റേപ്പ് ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയതും ഒത്താശ ചെയ്തു കൊടുത്തതും. 5ാം പ്രതിയായിട്ട് നിന്റെ പേര് കൂടി ചേർക്കാൻ പോവാ. സാർ 1ാം പ്രതിയായിട്ട് ചേർത്തു. അത് ഞാൻ നോക്കിക്കോളാം. നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലോട്ട് കയറ്റും, അത്ര തന്നെ. സാറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. കളിക്കല്ലേ മോളെ. തന്തേ മോനെ അടക്കി വെച്ച് കാശ് വാരിക്കൊണ്ടിരുന്ന നിനക്കിപ്പോ പരാതി തരാൻ മടി അല്ലടി? ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ കൊറേ. സാറ് കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിച്ചാൽ കൊള്ളാം. വീട്ടിൽ അമ്മയോടും പെങ്ങളോട് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് പറയല്ലേ. കീർത്തി, സർ ഗ്യാങ് റേപ്പ് നടത്തിയതില് ഇവൾക്കും പങ്കുണ്ട്. ഇവളാണ് മയക്കുമരുന്ന് കലക്കി കൊടുത്തയച്ചത്. ഇവളെ കൂടി പ്രതി ചേർത്തേക്ക്. എടി നിനക്ക് എന്താ പ്രശ്നം? എനിക്കല്ലല്ലോ പ്രശ്നം, നിങ്ങൾക്കല്ലേ. ഇവളെ ആ ലോക്കപ്പിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്ത്. ശരി സർ. പരാതി എഴുതി ഒപ്പിട്ട് തന്നതിന് ശേഷം വിട്ടാ മതി. വാടി ഇവിടെ വരാൻ. ഇവിടെ ഇരിക്കടി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ പരാതി ഒന്നും തരാൻ തയ്യാറല്ലല്ലോ. ഇവിടെ ഇരിക്കടി. നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞ ഉടനെ കുര്യച്ചായും കാറും കൊണ്ട് മാർക്കറ്റിൽ പോയി 2 കിലോ പോത്തും 2 കിലോ കോഴിയും പച്ചമീനും എല്ലാം വാങ്ങിക്കൊണ്ടു വന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയ. പക്ഷെ ഇവിടെ സമ്മതിക്കണം. കഴിപ്പിക്കത്തില്ലേ അതോ വെക്കത്തില്ലേ? എല്ലാം നല്ല രുചിയായിട്ട് എന്നിട്ടേ തന്നെ തസാം. ചുമ്മാ നോണ പറയല്ലേ ആന്റി. ഞാനൊരു റേഷൻ വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ 3 പീസ്, ബീഫ് കറി 30 ഗ്രാം, ഫിഷ് ഫ്രൈ 30 ഗ്രാം. എന്താന്നറിയാവോ? ഷുഗർ, കൊളസ്ട്രോള്, BP ഇപ്പൊ എല്ലാം നോർമലാ. ഞാൻ ഈ പിടുത്തം പിടിക്കുന്നതുകൊണ്ടാ. അത് നല്ലത്. അങ്ങനെ നോക്കാനും കൺട്രോൾ ചെയ്യാനും ഒരാള് വേണം. ഇപ്പൊ അവളുടെ കക്ഷത്തില്ല ഞങ്ങളുടെ രണ്ടുപേരും താഴെ. വല്ലതും ചെയ്യാൻ അറിയാവോ? എന്ത് ജോലിയും ചെയ്യും. വീട് നല്ലതുപോലെ സൂക്ഷിക്കും. നമ്മുടെ മരുന്ന്, മന്ത്രം, ചെക്കപ്പ് എല്ലാം അവളാ നോക്കുന്നത്. ഇപ്പൊ ജോലിക്കാരിയല്ല, ഞങ്ങളുടെ മോളാന്നാ എല്ലാരോടും പറയും. ഞങ്ങള് കോളേജിൽ ചേർത്തപ്പോ ഡിഗ്രിക്ക് പഠിപ്പിക്കുക. അതൊക്കെ വലിയ പുണ്യാഗ്രസമേ. കരയില്ലടാ. അയ്യോ പോട്ടെ കരയല്ലേ. തക്കുടു ഭയങ്കര കരച്ചിലാണ്. ആന്റി മോനെ ചോദിച്ചാ ഇത് നിൽക്കുന്നുണ്ടോടാ? നമ്മളെയൊക്കെ മറന്നോടാ. മറക്കാനോ? ഞാൻ അവിടെ എന്തുമാത്രം ഫുഡ് കഴിച്ചിട്ടുള്ളതാ. ആന്റിയുടെ കൈ കൊണ്ട് വിളമ്പി തന്നു. ആദ്യമായിട്ട് കാണോ? വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജോമം പോയ ശേഷം ഞങ്ങൾ അങ്ങനെ എങ്ങോട്ടും യാത്രയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ജോബിച്ചൻ പറഞ്ഞായിരുന്നു അവധിക്കാലത്ത് ആന്റിയുടെ വീട്ടിൽ വന്ന് താമസിച്ചതും രാത്രി ആന്റിയുടെ മോനും ജോബിച്ചനും കൂടെ ഒളിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോയതും ഒക്കെ പറഞ്ഞായിരുന്നു. ആന്റിക്ക് സുഖല്ലേ? ആ
സുഖാണ് എന്നല്ലേ പറയണ്ടേ. ഇതേതാണ് പുതിയൊരാള് കണ്ടിട്ടില്ലല്ലോ. അതെല്ലാം പറയാ മോനെ, അകത്തോട്ട് കേറി വത്സമ്മേ കൊച്ചിനെ ഇങ്ങ് തന്നേടി, ഞാനൊന്ന് നിൽക്കട്ടെ. ഇങ്ങ് വന്നേടാ, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. വാ മോളെ. വാ വാ വാ. ഇന്നെനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഞാനും കൃഷ്ണേ മാത്രമേ ഉള്ളൂ. അത് മാത്രല്ല വേറെയും പ്രശ്നമുണ്ട്. എന്നാൽ ഞാനങ്ങോട്ട് വരട്ടെ. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അലീന അല്ലല്ലോ അല്ലേ? നീ എന്തിനാ വിളിച്ചിരിക്കുന്നെ? ആര് വിളിച്ചു? ഞാൻ നേരെയല്ലേ നിൽക്കുന്നെ. റൂമിലോട്ട് വരുമ്പോ ഒന്ന് ചുമച്ച് ശബ്ദം ഉണ്ടാക്കി വരണ്ടേ? ഇങ്ങനെ പതുങ്ങി വന്ന് നിൽക്കുന്നതാണ് മര്യാദ. ഒരു മര്യാദക്കാരി. അച്ഛനും അമ്മയും ഹോസ്പിറ്റലില്, ചേട്ടനും ചേച്ചി പോലീസ് സ്റ്റേഷൻ. കാമുകനോട് സൊല്ലാൻ പറ്റിയ സമയം. ഞാൻ സൊല്ലും. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ കാര്യത്തിൽ തലയിടാൻ വരരുത്. അവനോട് വരാൻ പറ. മൂടി തലയാൻ. അവന്റെ തലയെ കൂടി ഞാൻ മണ്ണെണ്ണ ഒഴിച്ചു. നീയെ ഞൊട്ടും. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ല കൂസലുണ്ടോ നോക്കി. അച്ഛന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കുക. അമ്മയൊന്ന് ഫോൺ വിളിച്ച് തിരക്കുക. ഗോവർദ്ധനങ്ങളുടെ വിളിച്ച് രോഹിയുടെ കാര്യത്തില് എന്നതാ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അതൊന്നുമില്ല. ഈ നേരത്തിന് മുടിത്തലേനെ വിളിച്ച് വരാൻ പറയും. ഈ സൂക്കേടിന്റെ ശരിക്കുള്ള പേരെന്താന്ന് ഞാൻ പറയുന്നില്ല. നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെവിക്കല് ഞാൻ അടിച്ചു പൊട്ടിക്കും. പൊട്ടിക്ക് കാണട്ടെ. ആ പെണ്ണ് ഇന്നസെന്റ് ആണെന്ന് അങ്കിളിന് ഉറപ്പുണ്ടോ? ഒരു സംശയം വേണ്ട ജോബിച്ച, ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവളുടെ ക്യാരക്ടർ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വിടണ്ടാന്നേ. കസ്റ്റഡിയിൽ എടുക്കോ, ചോദ്യം ചെയ്യോ, റിമാൻഡ് ചെയ്യോ, എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. പോലീസിന്റെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാ അത് വേറെ രീതിയാ. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ ആ പെണ്ണെ ഹോൾഡ് ചെയ്യുന്നത്. ഒരു ക്ലൂ അവളുടെ ഇത് കിട്ടാനില്ല. അതുപോലെ ഒരു പെങ്കൊച്ച അവള്. നന്മ ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. ഭയങ്കര പ്രമാദമായ കേസാ മോളെ. ഇന്ന് അറസ്റ്റ് നടന്നേ ഉള്ളൂ. ആളെ ഭയങ്കര കൂടുതലൊക്കെ ഉണ്ടാക്കി. പരാതിയിൽ ഒപ്പിടില്ലെന്നാ പറയുന്നത്. ഏത് വിധത്തിലായാലും നമുക്ക് അവളുടെ പരാതി കിട്ടണം. അലിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ട് പോയത്. അവളെ കൊണ്ട് കംപ്ലീറ്റ് എഴുതി ഒപ്പിടിച്ചിട്ട് അല്ലാതെ വിടുന്ന പ്രശ്നമില്ലടോ. കംപ്ലൈന്റ് തയ്യാറാക്കി അലിനെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി നിൽക്കുവോ പോലീസ്?